അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹ് വൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. ഈ സാഹിത്യോത്സവേദിയിൽ സാമൂഹ്യ തിന്മകൾ വിദ്യാർത്ഥി പ്രതിരോധം എങ്ങനെ സാധ്യമാക്കാം എന്ന അതിമഹത്തായ വിഷയത്തെക്കുറിച്ചാണ് ഞാൻ നിങ്ങളുമായി എൻ്റെ ചിന്തകൾ പങ്കുവെക്കുന്നത്. പ്രിയമുള്ളവരെ, ഇരുളും വെളിച്ചവും ഇടകലർന്ന ഒരു സങ്കീർണ ലോകത്താണ് നാം ഇന്ന് ജീവിക്കുന്നത്. നമ്മുടെ ഈ സമൂഹം ഒരു തോട്ടം പോലെയാണ്. അതിൽ സൗരഭ്യം പരത്തുന്ന പൂക്കളും സകല നന്മകളെ നശിപ്പിക്കാൻ കഴിവുള്ള കളകളും വിഷസസ്യങ്ങളും വളർന്നു പന്തലിക്കുന്നുണ്ട്. ലഹരിയുടെ കരാളഹസ്തങ്ങൾ, അശ്ലീലത്തിന്റെ ഡിജിറ്റൽ പ്രളയം, അനാശാസ്യം, സൈബർ ലോകത്തെ വഴിതെറ്റലുകൾ, പരസ്പരം വിശ്വാസമില്ലായ്മ, ഇവയെല്ലാം നമ്മുടെ യുവതലമുറയെ കാർന്നു തിന്നുന്ന സാമൂഹ്യ തിന്മകളാണ്. യുവതിയാണ് ഒരു രാജ്യത്തിന്റെയും ഒരു സമുദായത്തിന്റെയും ഹൃദയവും പ്രതീക്ഷയും. എന്നാൽ ആ ഹൃദയമാണ് ഇന്ന് വിഷലിപ്തമാക്കാൻ ശ്രമിക്കപ്പെടുന്നത്. ഇസ്ലാം എന്നത് കേവലം ആരാധനകളിൽ ഒതുങ്ങുന്ന ഒരു ദർശനമല്ല, അതൊരു സാമൂഹിക നവീകരണത്തിന്റെയും കൂടി പ്രകൃതിയാണ്. തിന്മയെ എതിർക്കാൻ ഖുർആൻ നമ്മെ വ്യക്തമായി പഠിപ്പിക്കുന്നു. കുൻതും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസി തഅമുറൂന ബിൽ മഅറൂഫി വതൻഹൗന അനിൽ മുൻകർ. മനുഷ്യവംശത്തിനു വേണ്ടി രംഗത്തുവന്ന ഏറ്റവും ഉത്തമമായ സമുദായമാകുന്നു നിങ്ങൾ സദാചാരം കൽപ്പിക്കുകയും ദുരാചാരത്തിൽ നിന്ന് വിലക്കുകയും ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിലെ ആൽ ഇംറാൻ എന്ന സൂറത്തിലൂടെ ഈ ആയത്ത് നമ്മെ ഓർമ്മിപ്പിക്കുന്നത് നമ്മുടെ നിലനിൽപ്പ് തന്നെ നന്മ കൽപ്പിക്കുകയും തിന്മ വിലക്കുകയും ചെയ്യുന്നതിലാണ്. ഈ മഹത്തായ ദൗത്യം ഏറ്റെടുക്കേണ്ടത് ആരാണ്? വിദ്യാർത്ഥികളായ നമ്മളാണ്. വിദ്യാർത്ഥികളായ നമുക്ക് ഈ തിന്മകളെ എങ്ങനെ പ്രതിരോധിക്കാൻ സാധിക്കും? നമ്മുടെ പ്രതിരോധം തുടങ്ങേണ്ടത് നമ്മുടെ അകത്തു നിന്നാണ്. വ്യക്തിപരമായ പ്രതിരോധം അനിവാര്യമാണ്. ഏറ്റവും വലിയ യുദ്ധം സ്വന്തം മനസ്സിനോടുള്ള യുദ്ധമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചു, നിങ്ങളിൽ ആരെങ്കിലും ഒരു തെറ്റ് കണ്ടാൽ അവൻ അത് കൈകൊണ്ട് തടിയട്ടെ, അതിനും സാധിച്ചില്ലെങ്കിൽ നാവ് കൊണ്ട്, അതിനും സാധിച്ചില്ലെങ്കിൽ അവൻ മനസ്സുകൊണ്ട് അതിനെ വെറുക്കട്ടെ. അതാണ് ഈമാനിന്റെ ഏറ്റവും ദുർബലമായ അവസ്ഥ. ഈ ഹദീസിന്റെ വെളിച്ചത്തിൽ തിന്മകളെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് കായികമായി ഒഴിവാക്കണം. ചീത്ത കൂട്ടുകെട്ടുകൾ ഉപേക്ഷിക്കുകയും ലഹരിയുടെ കവാടങ്ങൾ കൊട്ടിയടക്കുകയും വേണം. തിന്മയെ തിരിച്ചറിയാനും പ്രതിരോധിക്കാനുമുള്ള അറിവാണ് നമ്മുടെ ഏറ്റവും വലിയ ആയുധം. എന്നാൽ അമർത്തപ്പെട്ട തുരുത്തുകളല്ല. അതുകൊണ്ട് തന്നെ കൂട്ടായ പ്രതിരോധമാണ് വിദ്യാർത്ഥി സമൂഹത്തിന്റെ ഈ ജീവനാടി. സൽസ്വഭാവികളായ കൂട്ടുകാരെ തെരഞ്ഞെടുക്കുക എന്നതാണ് ഏറ്റവും പ്രധാനം. യൂസുഫ് നബി അലൈഹിസ്സലാം പ്രാർത്ഥിച്ചതുപോലെ, തവഫനി മുസ്ലിമൻ വഅൽഹിഖനി ബിസ്വാലിഹീൻ, എന്നെ നീ മുസ്ലിമായി മരിപ്പിക്കുകയും സജ്ജനങ്ങളോട് ചേർക്കുകയും ചെയ്യണമേ. നമ്മുടെ ക്യാമ്പസുകളെ നന്മയുടെ കേന്ദ്രങ്ങളാക്കി മാറ്റുക. പരസ്പരം താങ്ങും തണലുമാകുന്ന ഒരു നന്മയുടെ വലയം സൃഷ്ടിച്ച് തിന്മകളെ നമ്മുടെ സഹപാഠികളിലേക്ക് എത്താതെ സംരക്ഷിക്കുക. തെറ്റായ വഴിയിലേക്ക് പോകുന്ന സഹപാഠികളെ ഒറ്റപ്പെടുത്താതെ സ്നേഹത്തോടെയും വിവേകത്തോടെയും തിരുത്താനുള്ള ധീരത നാം കാണിക്കണം. കൂടാതെ കാലികമായ പ്രതിരോധം എന്ന നിലയിൽ സാങ്കേതിക ജാഗ്രത നാം പുലർത്തേണ്ടതുണ്ട്. സൈബർ ലോകമാണ് ഇന്നത്തെ ഏറ്റവും വലിയ വെല്ലുവിളി. മൊബൈൽ ഫോണും സോഷ്യൽ മീഡിയയും വിജ്ഞാനത്തിന്റെ വാതിലുകളോ അതോ തിന്മയുടെ തുരങ്കങ്ങളോ ആവുക എന്നത് നമ്മുടെ കയ്യിലാണ്. സോഷ്യൽ മീഡിയ ഉപയോഗത്തിൽ നാം സ്വയം നിയന്ത്രണം ഏർപ്പെടുത്തി ഡിജിറ്റൽ ഉപവാസം പാലിക്കണം. ഇസ്ലാമിക വിജ്ഞാനവും ധാർമ്മിക മൂല്യങ്ങളും പ്രചരിപ്പിക്കാൻ സാങ്കേതിക വിദ്യ ഉപയോഗിക്കുക. തിന്മയുടെ ഒഴുക്കിനെ നന്മയുടെ പ്രവാഹം കൊണ്ട് പ്രതിരോധിക്കുക. പ്രിയമുള്ളവരെ, നമ്മുടെ ഈ പ്രതിരോധം കേവലം കോളേജിന്റെ മതിൽക്കെട്ടിനുള്ളിൽ ഒതുങ്ങാനുള്ളതല്ല. നമ്മൾ വളർന്നു വരുന്നത് ഈ സമൂഹത്തിന് വെളിച്ചം കൊടുക്കാനാണ്. ഇന്നത്തെ പൊതുസമൂഹത്തിന് നൽകാനുള്ള ഏറ്റവും വലിയ സന്ദേശം ഇതാണ്: സത്യവിശ്വാസികളെ, നിങ്ങൾ നിങ്ങളുടെ സ്വന്തങ്ങളെയും കുടുംബാംഗങ്ങളെയും നരകാഗ്നിയിൽ നിന്ന് കാത്തുരക്ഷിക്കുക. വിദ്യാർത്ഥികളായ നമ്മൾ ഈ സമൂഹത്തിലെ ആദ്യ പ്രതിരോധ നിരയാണ്. തിന്മയുടെ കൊടുങ്കാറ്റിൽ തളരാതെ നന്മയുടെ ദീപശിഖയേന്തി ഈ സമൂഹത്തിന് മാതൃകയായി മുന്നേറാൻ നമുക്ക് സാധിക്കണമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.